അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, ഇത് സീന അലിയിൽ മുർത്തള അലിയാർ തങ്ങൾ, ധീരനും വീരനും എല്ലാമായിരുന്ന അലിയാർ തങ്ങളുടെ വഫാത്തിൻ്റെ ദിവസമാണ്. മഹാനവറുകളുടെ ഹദറത്തിലേക്ക് ധാരാളം ഹദിയകൾ നമ്മൾ സമർപ്പിക്കണം. ലോകത്തുള്ള സർവ്വ സാദാത്തുക്കളുടെയും ഉപ്പ അവരാണ്. അവരിലൂടെയാണത് ഹബീബായ തങ്ങളിലേക്ക് എത്തുന്നത്, ഫാത്തിമ അമ്മയിലൂടെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് തങ്ങളെടുത്താലും ഇപ്പോൾ അവിടെ നേരെ മകൻ ഹസൻ ഹുസൈൻ അല്ലാൻ ആ പരമ്പ ഒന്നുകിൽ ഹസനി ആയിരിക്കും അല്ലെങ്കിൽ ഹുസൈനി ആയിരിക്കും. അത് രണ്ടും അലിയാർ തങ്ങളുടെ മക്കളാണ്. അപ്പോൾ സർവ്വ തങ്ങന്മാരുടെയും വല്ലിപ്പ അത് അലിയാർ തങ്ങളാണ്. അതോടൊപ്പം തന്നെ എല്ലാ ത്വരീഖത്തുകളുടെയും സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ അംഗീകരിക്കുന്ന യഥാർത്ഥ ത്വരീഖത്ത് ലോകത്ത് ധാരാളമുണ്ട്. ആ യഥാർത്ഥ ത്വരീഖത്തുകളുടെ സർവ്വ ത്വരീഖത്തുകളുടെയും സിൽസില ഒന്നല്ലാത്തത് മുഴുവനും അലിയാർ തങ്ങളിലൂടെയാണ് ഹബീബിലേക്ക് എത്തുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് നഖ്ശബന്ദിയത്ത് നേരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്നു, അവിടുന്ന് റസൂലിലേക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇൽമിൻ്റെ അനമദീനത്തിൽ അൽമി വാലിയും ബാബുക, ഞാൻ അറിവിൻ്റെ സിറ്റിയാണ്, അതിലേക്കുള്ള ഡോറ് അത് അലിയാരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഇൽമിൻ്റെ രഹസ്യങ്ങളടക്കമുള്ള വല്ലാത്ത അള്ളാഹുവിൻ്റെ ആ ഒരു ലോകത്തെ ഇൽമിൻ്റെ സർട്ടിഫിക്കറ്റാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. തറാഹും റുക്കാൻ സുജ്ജദൻ എന്നൊക്കെ ഖുറാനിൽ വിശേഷിപ്പിക്കപ്പെട്ടത് അലിയാർ തങ്ങളെ കുറിച്ചാണ്. നന്നായി ഇബാദത്ത് എടുക്കുന്ന വലിയ ആബിദായിരുന്നു അവർ, വലിയ ആബിദായിരുന്നു, അറിവിൻ്റെ മഹാകേന്ദ്രമായിരുന്നു. അൽഹംദുലില്ലാഹയെ കുറിച്ച് സുബ്ഹാനല്ലാഹയെ കുറിച്ചൊക്കെ അതൊക്കെ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഞാൻ വിശദീകരിക്കുകയാണെങ്കിൽ അത്രയും 70 ഒട്ടകങ്ങൾ ചുമക്കാൻ മാത്രം, അത് എഴുതിവെക്കാൻ മാത്രം ഉണ്ടാവും. അത്രയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാത്രം എനിക്ക് പറയാനുണ്ട്. ഇൽമിൻ്റെ മാരിഫത്തിൽ എല്ലാ ലോകങ്ങളും നിറഞ്ഞു നിന്ന വ്യക്തിത്വം. പിന്നെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ പുന്നാര മകൾ, സ്വർഗീയ യുവതികളുടെ നേതാവായ സയ്യിദത്തുന ഫാത്തിമത്തു സഹറ ബത്തൂൽ റളിയല്ലാഹു അൻഹ, അവരുടെ മണവാളനായ ഹബീബായ തങ്ങൾ അലിയാരെ തിരഞ്ഞെടുക്കണമെങ്കിൽ എത്രമാത്രം ക്വാളിറ്റി വേണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുല്ല് അപ്പുറത്തുള്ള ആളുടെ മൃഗത്തിന് അരിഞ്ഞു കൊടുത്ത് അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ടൊക്കെ ജീവിച്ചിരുന്ന അവസ്ഥയിലാണ് ഈ കല്യാണം നടക്കുന്നത്. ആ കല്യാണത്തിലുള്ള മഹർ പോലും കയ്യിലുണ്ടായിരുന്ന ഒരു സംഭവം വിൽപ്പന നടത്തിച്ച് റസൂലുള്ളാഹി തങ്ങൾ തന്നെയാണ് മഹറിന് സംവിധാനങ്ങൾ ഒരുക്കുന്നത്. വളരെ പാവപ്പെട്ട കുടുംബ അവസ്ഥയിൽ ജീവിച്ച റസൂലുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട സഹോദരനായിട്ട് വരുമല്ലോ ഇവർ. റസൂലുള്ളാഹിൻ്റെ മൂത്താപ്പാൻ്റെ മകനാണല്ലോ, അബൂ താലിബ് എന്നവരുടെ മകനാണ് ഇവരും ജാഫർ റളിയല്ലാഹു അൻഹു ഒക്കെ. ഇവരാണെങ്കിൽ ചെറിയ പ്രായം, കറമല്ലാഹു വജ്ഹഹു നമ്മൾ പറയാറില്ല. കാരണം മറ്റു പല സ്വഹാബത്തും പല ഘട്ടങ്ങളിലും ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് കുഫ്രിയത്തിൽ ഉണ്ടായിരുന്നു, ബിംബങ്ങളെ ആരാധിച്ചു. പക്ഷേ അലിയാർ തങ്ങൾക്ക് അതുണ്ടായിട്ടില്ല. കാരണം അലിയാർ തങ്ങൾ അവരുടെ ബാപ്പൻ്റെ വീട്ടിൽ ചെറിയ പ്രായത്തിൽ റസൂലുള്ളാഹി അവർ നന്നായി സംരക്ഷിച്ചിട്ടുണ്ട്. പുന്നാര ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ വഫാത്തായപ്പോൾ അവസാനം അബ്ദുൽ മുത്തലിബ് വഫാത്താവുന്നു. അങ്ങനെ അവർ ആ അബ്ദുൽ മുത്തലിബിൻ്റെ സ്ഥാനത്ത് അബൂ താലിബിനെയാണ് പിന്നെ ആ ഗോത്രം തിരഞ്ഞെടുക്കുന്നത്. ആ സ്ഥാനത്ത് അബ്ദുൽ മുത്തലിബ് അബൂ താലിബ് എന്ന മകനെയാണ് റസൂലുള്ളാഹിനെ ഏൽപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വന്തം മകന് ഭക്ഷണം, മക്കൾക്ക് 10 മക്കളുണ്ട്, അവർ കുറേ മക്കളുണ്ടായിരുന്നു അവർക്ക്. ആ മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് അബൂ താലിബിൻ്റെ ഭാര്യ ഫാത്തിമ ബിൻത്ത് അസദ് അവർ അന്ത ഉമ്മി ബഅദ ഉമ്മി എന്ന് റസൂലുള്ളാഹി പറഞ്ഞാണ്. ആ ഒരു ഖബറിൽ കിടന്ന ചരിത്രം വിശദീകരിച്ച് വോയിസ് നീണ്ടുപോകും, ചരിത്രം പിന്നീട് നമുക്ക് പറയാം. ഏതായാലും ആ ഉമ്മ, ആ ഉപ്പയും സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഹബീബായ തങ്ങൾക്കാണ് ഭക്ഷണം കൊടുത്തത്, അത്രയും സ്നേഹത്തിൽ. അങ്ങനെ ഹബീബായ തങ്ങൾ കുറച്ച് വലുതായപ്പോൾ, അവർ കല്യാണമൊക്കെ ഖദീജുമ്മ കല്യാണം കഴിച്ച ഘട്ടത്തിയപ്പോൾ അവരും ഹംസ റളിയല്ലാഹു അൻഹു കൂടി തീരുമാനം എടുക്കുകയാണ്. അബൂ താലിബ് മക്കളൊക്കെ പോറ്റാൻ വലിയ ദാരിദ്ര്യമായതുകൊണ്ട് പ്രയാസം വരുന്നുണ്ട്, അതുകൊണ്ട് ഓരോ മക്കളെ നമുക്ക് ഏറ്റെടുക്കാം. അങ്ങനെ അലിയാർ തങ്ങളെ റസൂലുള്ളാഹി ഏറ്റെടുത്തു, ജാഫർ റളിയല്ലാഹു അൻഹു ഹംസത്തോട് ഏറ്റെടുത്തു. അങ്ങനെയാണ് ആ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ചെറുപ്പം മുതൽ ഹബീബിൻ്റെ വീട്ടിൽ, ഹബീബിൻ്റെ കൂടെ ആദ്യത്തെ കാലഘട്ടത്തിൽ ഹബീബ് അവരുടെ വീട്ടിലാണ്. പിന്നെ ഹബീബിൻ്റെ വീട്ടിൽ ഖദീജുമ്മ റളിയല്ലാഹു അൻഹ ഉള്ള ഖദീജുമ്മാൻ്റെ വീട്ടിലാണല്ലോ റസൂലുള്ളാഹി ഉണ്ടായത്. ആ വീട്ടിൽ അവരുടെ കൂടെ വളരെയാണ് അലിയാർ തങ്ങൾ. അപ്പോൾ ഹബീബിനെ കണ്ടും കേട്ടും നേരിട്ട് മനസ്സിലാക്കിയും ആ മഹാപ്രകാശത്തിൻ്റെ കൂടെ നടന്നവർ അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹു. പിന്നെ അലിയാർ തങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, മാഷാ അല്ലാഹ്, അവർ വലിയ ധൈര്യശാലിയായിരുന്നു. ആ കാലത്തിൽ അഭ്യാസത്തിലൊക്കെ ആരെയും മറിച്ചിടാൻ മാത്രം. ബദറിലെ ആദ്യ രംഗത്തിൽ തന്നെ ഒരു 1-to-1 ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ മറ്റേ ഹംസ റളിയല്ലാഹു അൻഹുവായിട്ട് വെള്ളമെടുക്കാൻ വേണ്ടി വന്ന കേടൻ അസ്വദിൻ്റെ ആ ഒരു ചരിത്രം കഴിഞ്ഞാൽ അന്നത്തെ യുദ്ധത്തിൻ്റെ ഒരു ശൈലി അതായിരുന്നു. ഒരു 1-to-1 ഫൈറ്റ് നടക്കും. ആ 1-to-1 ഫൈറ്റ് നടന്നിട്ടാണ് ഒരു ടോട്ടൽ യുദ്ധത്തിലേക്ക് പോവുക.
ആ 1-1 ഫൈറ്റിൽ ആദ്യം രംഗത്തിറങ്ങിയത് അൻസാരികളായ കുട്ടികളൊക്കെ ആയിരുന്നു. അപ്പോൾ മക്കത്തെ കുറേശികൾ പറയുന്നുണ്ട്, നിങ്ങൾ അൻസാരികൾ, നിങ്ങളോട് മദീനക്കാരെ നിങ്ങളോട് ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളെ നാട്ടിൽ നിന്ന് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരിങ്ങോട്ട് വരട്ടെ. അപ്പോൾ റസൂൽ ആദ്യം വിളിച്ചു, ഖും യാ അലി, ഖും യാ ഹംസ, ഖും യാ ഉബൈദ. ആ മൂന്നാളുകൾ, അതിൽ അലിയാരത്തങ്ങൾക്ക് അന്ന് 20 വയസ്സിന് താഴെ അഭിപ്രായം. നേരെ മുമ്പിൽ വന്ന് 3 ശത്രുക്കൾ അവർ വകവരുത്തുകയാണ്. അവർ ഉബൈദുള്ളാഹുവിന് പരിക്കേറ്റിട്ട് അവർ പിന്നീട് ഷഹീദാവുന്നുണ്ട്. പരിക്കേറ്റു, അവർ പിന്നീടാണ് ഷഹീദാവുന്നത്. ഉബൈദത്തുൻ ഹാരിത്ത് റളിയല്ലാഹു. അപ്പോൾ അലിയാർത്ഥങ്ങൾ ഏറ്റവും ആളുകളൊക്കെ ഭയക്കുന്ന ശത്രു ഉണ്ടെങ്കിൽ അലിയാർത്ഥങ്ങൾ നേരിട്ടോളും. അതായത് ഹൈബറിൻ്റെ കോട്ടയുടെ ചരിത്രമൊക്കെ വല്ലാത്തൊരു ചരിത്രമാണ്. ധീരനായിരുന്നു, ധീരൻ, ആരുടെ മുമ്പിലും വല്ലാത്തൊരു എന്നാലോ ഈ സിദ്ദീഖ് അത്ര ഒന്നും ഹൈറ്റ് അവരുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ചരിത്രമാണ് അവരുടെ. അതൊന്നുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്ന ആ ഒരു ദിവസം ഹബീബായ തങ്ങൾ വീട് ചുറ്റും വളഞ്ഞ ശത്രുക്കൾ പുറത്തിറങ്ങി ആ സെക്കൻഡിൽ വെട്ടി, എല്ലാവരും കൂടി വെട്ടി കൊല്ലാനുള്ള തീരുമാനം ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവർ ആ വിരിപ്പിൽ അലിയാർത്ഥങ്ങളെ കിടത്തി, യാസീനിലെ ചില ആയത്തുകളൊക്കെ മന്ത്രിച്ച് എല്ലാവരും കണ്ണിലേക്ക് എത്തി. അങ്ങനെ അവർ എന്തോ ഒരു അന്ധത പോലെ അവർക്ക് ബാധിക്കുകയാണ് കുറച്ച് സമയത്തേക്ക്. പിന്നെ അവർ നോക്കുമ്പോൾ അവിടെ വിരിപ്പിൽ ആളുണ്ട്, അപ്പോൾ റസൂൽ അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അതായത് തൊട്ടടുത്ത സെക്കൻഡിൽ വെട്ടിക്കൊല്ലാൻ തീരുമാനിക്കുന്ന അവിടെ വിരിപ്പിൽ മാറിക്കിടക്കണമെങ്കിൽ എത്ര ധൈര്യം വേണം? അത് ആ രംഗം നിങ്ങളൊന്ന് മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കൂ. ഹബീബായ തങ്ങൾ ആ വിരിപ്പിൽ കിടത്തിയ ആള്, എത്ര ധൈര്യം വേണം? ആ ദേഷ്യം തീർക്കാൻ അലിയാരത്തങ്ങൾ അവരെന്തെങ്കിലും ചെയ്യാൻ സാധ്യതയില്ലേ? അതൊന്നും എനിക്ക് പ്രശ്നമില്ല, എൻ്റെ ഹബീബിന് വേണ്ടി എന്തും ചെയ്യും. അത്രമാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പണത്തിൻ്റെ പേരാണ് അലി റളിയല്ലാഹു അൻഹു. അൽഹംദുലില്ലാഹ്. കൂടുതൽ പറയുന്നില്ല, കുറേ പറയാൻ ഇങ്ങനെ പറഞ്ഞ് കുറേ ടൈമാവും. ഏതായാലും മഹത്തായ ആ ഒരു ജീവിതത്തിൻ്റെ പേരാണ് അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹു. അപ്പോൾ അവരുടെ വഫാത്തിൻ്റെ ദിവസമാണ് യാസീൻ ഫാത്തിഹ ഓതിയിട്ട്. അവർക്ക് ഒന്നും കിട്ടാനല്ല, സാധുക്കളെ നമ്മുടെ യാസീൻ അവർക്ക് ആവശ്യമില്ല. പക്ഷെ അവർ സന്തോഷമാണ്, അവർ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാർ അവർക്ക് ചെയ്യുമ്പോൾ സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്ക് ദർജ കിട്ടാൻ, നമ്മൾ നന്നായി കിട്ടാൻ, അതിൽ ഹബീബിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് അലിയാർ തങ്ങൾ, ഫാത്തിമ ബി റളിയല്ലാഹു, ഹസൻ ഹുസൈൻ പേരട്ടികളൊക്കെ. അള്ളാഹു വഴിയിലൂടെ ഹബീബിലേക്ക് എത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും ഈ ചരിത്രം വോയിസ് കേൾപ്പിക്കുക, മക്കൾക്കും എല്ലാവർക്കും കേൾപ്പിക്കുക. അലിയാരെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, ഞാൻ ചുരുക്കി പറഞ്ഞാണ് വോയിസിൽ. ഏതായാലും ഇൻഷാ അല്ലാഹ് അവർ സ്നേഹിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിലൂടെ ഹബീബിലേക്ക് എത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഫാത്തിഹ യാത്രയിൽ ഓതാൻ പറ്റാത്ത പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത്, അവർക്ക് ഏറ്റവും ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ഒരു മങ്കോസ് മൗലിദ് ഓതിയിട്ട് സമർപ്പിക്കുക അലിയാർ തങ്ങൾക്ക്, റസൂലുള്ളാഹിക്കും എല്ലാവർക്കും സമർപ്പിക്കുക. ഫാത്തിഹ ഉമ്മാക്കും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ പരമ്പരയിലുള്ള സർവ്വ സദാത്തുക്കൾക്കും എല്ലാവർക്കും സമർപ്പിക്കുക. എല്ലാ ത്വരീഖത്തിൻ്റെ മശായിഖന്മാരൊക്കെ അതിലൂടെ കടന്നവരെല്ലാം. ഏതായാലും അള്ളാഹു തആല അവരുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ. ഹബീബിലേക്ക് അള്ളാഹു നമ്മൾ അവരെ കൊണ്ട് എത്തിച്ചേരട്ടെ. وآخر دعوانا الحمد لله رب العالمين. صلى الله عليه وسلم